ഹലോ പീപ്പിൾ, ദീപിൻ മൂവീസിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2026 മെയ് 28 സുഭാഷ് കെ രാജിൻ്റെ സംവിധാനത്തിൽ തിയേറ്റർ വഴി പുറത്തിറങ്ങിയ ഒരു ആക്ഷൻ തമിഴ് ചിത്രമാണ് ബ്ലാസ്റ്റ്. ഈ സിനിമയുടെ ട്രെയിലർ ഞാൻ കണ്ടായിരുന്നു. എനിക്ക് ചെറിയ പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ഇത്രയും വലിയ സിനിമയോട് ഈ കേരളത്തിൽ വന്നിട്ട് തന്നെ നല്ല കൊല തൂക്കിയ ഒരു സിനിമയും കൂടെയാണ്. ഇവിടെ കാട്ടാളനും ദൃശ്യവും ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പോലും നല്ല ബോക്സ് ഓഫീസ് കളക്ഷൻ സിനിമയ്ക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഒറ്റ കാരണം മൗത്ത് പബ്ലിസിറ്റി വഴിയാണ് സിനിമ ഫേമസ് ആയിട്ടുള്ളത്. കിടിലെ ആക്ഷൻ രംഗങ്ങളാണ് ഇതിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. സുഭാഷ് കെ രാജ് എന്ന് പറഞ്ഞ സംവിധായകൻ ഒരു കഥാപാത്രത്തിനെ എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ അയാൾക്ക് മാസ് കൊടുക്കണം, അത് വേസ്റ്റാക്കാതെ എല്ലാം കൃത്യമായിട്ട് സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ പോലീസുകാരൻ തൊട്ട് മെയിൻ നടൻ വരെ എല്ലാത്തിനും ഒരേ മാസ് ആക്ഷൻ വെച്ചാൽ കിടിലെ ആക്ഷൻസാണ് വെച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ സ്റ്റണ്ട് മാസ്റ്ററായിട്ടുള്ള ഫൈറ്റ് കൈകാര്യം ചെയ്തിട്ടുള്ള ഫിനിക്സ് പ്രഭു കിടിലായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഫൈറ്റ് പോലും പാളിയിട്ടില്ല, കിടിലായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ അടിച്ചാൽ പറന്നുകൊണ്ട് ആക്ഷൻസ് അല്ല ഉണ്ടെങ്കിൽ പോലും, പക്ഷേ അതിനെ നീറ്റായിട്ട് അദ്ദേഹം എടുത്ത് വെച്ചിട്ടുണ്ട്, വെറുപ്പിക്കാതെ. കിടില മാർഷൽ ആർട്ട് പടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ ആക്ഷൻ കിങ് അർജുൻ സാറിൻ്റെ ലിയോയിൽ കിട്ടാത്ത എഫക്റ്റ് ഈ സിനിമയിൽ എന്തെന്നാണ് അദ്ദേഹം കാണിച്ചു തന്നിട്ടുണ്ട്. കാരണം ഈ സുഭാഷ് കെ രാജ് എന്ന് പറയുന്ന ഡയറക്ടർ ഒരു ഫാൻ ബോയാണ് ആക്ഷൻ കിങ് അർജുൻ്റെ. ഈ ഏഴുമലയെ പോലെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതേപോലത്തെ ഒരു പടമൊക്കെയാണ് എടുത്ത് വെക്കണമെന്നൊരു ആഗ്രഹം. പക്ഷേ അതിന് കിടിലായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, സത്യം പറയുമല്ലോ, കിടിലായിട്ട് വെച്ചിട്ടുണ്ട് ആക്ഷൻസൊക്കെ. എന്നുവെച്ചാൽ ഒരു കൈദി പോലെയും ദൃശ്യം പോലെയും പിന്നെ ഭരതനാട്യം മോഹിനിയാട്ടം എന്നുള്ള സിനിമയെ പോലൊരു മിക്സിംഗ് ആണ് ഈ സിനിമയെന്ന് പറയുന്നത്. കഥയെന്ന് പറയുന്നൊരു വള്ളിക്കഥയാണ്, പക്ഷേ ഇതിൽ ആക്ഷൻ സീക്വൻസ് ഗംഭീരമായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അഭിരാമി ചേച്ചിയെ എടുത്തു പറയേണ്ട കാര്യമുണ്ട്. സാരി കൊണ്ടുള്ള ആക്ഷൻ സീക്വൻസ് എല്ലാം മരണമാസമായിരുന്നു. അവരൊരു സ്പാർക്ക് നോട്ടം ഇത് ഫയറാണ് സത്യം പറഞ്ഞാൽ. പിന്നെ പ്രീതി മുഖം തന്നെ അടിച്ച് പൊളിച്ചിട്ടുണ്ട്. കീൻ്റലടിയായിരുന്നു, ഒരു രക്ഷയില്ല, കയറി കൊളുത്തി കളഞ്ഞു കേട്ടോ ഒരു സിനിമ കൊണ്ട്. പിന്നെ ബ്യൂട്ടി മാത്രമല്ല, ബ്യൂട്ടി ആൻഡ് ദി ബീസ്റ്റ് എന്ന് അവർ തെളിയിച്ച് കഴിഞ്ഞു. അതിൽ തന്നെ അഭിരാമി ചേച്ചി ഇത്രയും 42 വയസ്സായിട്ടും ബ്യൂട്ടി ആൻഡ് ദി ബീസ്റ്റ് ഉണ്ട് ഈ സിനിമയിൽ. പിന്നെ ആക്ഷൻ കിങ് അർജുൻ എന്ന് പറയുന്നത് അദ്ദേഹം സാറ് 62 വയസ്സുണ്ട് അദ്ദേഹത്തിന്. നല്ല കിടില ആക്ഷൻ സീക്വൻസ് ചെയ്തിട്ടുണ്ട്. ലിയോയിലെ എഫക്റ്റ് ഇതിലാണ് ശരിക്കും കിട്ടിയത്. സത്യമായിട്ടും ലിയോയിൽ അദ്ദേഹത്തിന് നല്ല വൃത്തി ഉപയോഗിച്ചിട്ടില്ല. ആ ഒരു ക്ഷീണം ഈ സിനിമയിൽ അങ്ങ് തീർത്ത് നിന്നിട്ടുണ്ട്. പിന്നെ പറയേണ്ട കാര്യം രവി ബസൂർ കിടിലായിട്ട് BGM എല്ലാം ചെയ്തിട്ടുണ്ട്. കാട്ടാള് ഫ്ലോപ്പായിട്ടുള്ളത് ഇതിലങ്ങ് അദ്ദേഹം തീർത്തിട്ടുണ്ട്. അപ്പം ഈ സിനിമയുടെ നമുക്ക് കളക്ഷൻ നമുക്ക് നോക്കിയേക്കാം. സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 18 കോടി രൂപയാണ്. സിനിമ ഇതുവരെയൊക്കെ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ 40 കോടി രൂപ കളക്ട് ചെയ്ത്. ഇന്നാകുമ്പോൾ 45 കോടിയാവും ഇന്ന് രാത്രിയോടെ. പിന്നെ കേരളത്തിൽ നിന്ന് മാത്രം സിനിമ 7 കോടിക്ക് മേളിൽ കളക്ട് ചെയ്ത്. കാട്ടാളനുണ്ട്, കറുപ്പുണ്ട്, ദൃശ്യമുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയ സ്ക്രീനും വെച്ചാണ് സിനിമ ഇറങ്ങിയിട്ടുള്ളതെന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ അത്രയ്ക്ക് കിട്ടില്ല സിനിമ. കൂടെ കുറച്ചും കൂടെ സ്ക്രീൻ കൊടുത്തു കഴിഞ്ഞാൽ നല്ല കളക്ഷൻ വരാവുന്നൊരു സിനിമയാണ്. അപ്പം തിയേറ്റർ ചെന്ന് തന്നെ കാണുക. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിൻ്റെ OTT പാർട്ണർഷിപ്പ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. മിക്കവാറും ഈ മാസം തന്നെ അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റിന് വീക്കിൽ ഇറങ്ങാൻ പോകുന്ന സിനിമയായിരിക്കും. പക്ഷേ തിയേറ്റർ ചെന്ന് കാണുക, മസ്റ്റ് വാച്ച് ഇടിപ്പടം ചെന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് ബ്ലാസ്റ്റ് സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. ബ്ലാസ്റ്റ് എന്ന് പറയുന്ന ടൈറ്റിലിന് യോജിച്ച ഒരു ടൈറ്റിൽ തന്നെയാണ് ബ്ലാസ്റ്റ്. എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.